വിശുദ്ധനാമന്തോണീസേ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. വിശുദ്ധനാമന്തോണീസേ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. വിളിച്ചാൽ വിളി കേൾക്കുന്ന വിശുദ്ധ അന്തോണീസ് പുണ്യവാന്റെ സന്നദ്ധയിലാണ് നമ്മൾ ഓരോരുത്തരുമായിരിക്കുക. നമ്മുടെ നിരവധിയായ ആവശ്യങ്ങൾക്ക് പുണ്യവാൻ മാധ്യസ്ഥം വഹിച്ച് നമുക്ക് ഉത്തരം നൽകിയിട്ടുണ്ട്. പലപ്പോഴും ജീവിതത്തിൻ്റെ സങ്കടങ്ങളും വേദനകളും ഒക്കെ വന്നപ്പോഴും ഈ നൊവേന പ്രാർത്ഥനയിൽ നമ്മൾ പലപ്പോഴും പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായാണ് ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ കൊണ്ട് പുണ്യവാൻ നമ്മുടെ ജീവിതത്തെ അനുഗ്രഹിച്ചത്. നമുക്ക് വേണ്ടി സ്വർഗീയ മധ്യസ്ഥനായി വിശുദ്ധ അന്തോണീസ് പുണ്യവാൻ നിൽക്കുമ്പോൾ നമ്മുടെ എല്ലാ വേദനകളും ആകുലതകളും ജീവിതത്തിൻ്റെ ഓരോ പ്രതിസന്ധികളും തടസ്സങ്ങളും കടബാധിതകളും രോഗങ്ങളും ദൈവത്തിൻ്റെ മുമ്പിലേക്ക് നമുക്ക് കൊടുക്കാം. ഈ ചെമ്മനത്തുകര പള്ളിയിൽ വന്ന് ഒത്തിരിയേറെ മക്കൾ പ്രാർത്ഥിക്കുന്നുണ്ട്, കണ്ണീരോടുകൂടെ ദൈവത്തിൻ്റെ മുമ്പിൽ നിൽക്കുന്നുണ്ട്, വിശുദ്ധ അന്തോണീസ് പുണ്യവാനോട് മാധ്യസ്ഥം യാചിക്കുന്നുണ്ട്. പുണ്യവാൻ അതെല്ലാം നടത്തി കൊടുക്കുന്നുമുണ്ട്. ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള എല്ലാ നിയോഗങ്ങളും നമുക്ക് സമർപ്പിക്കാം. വിശുദ്ധ അന്തോണീസ് പുണ്യവാനെ, എൻ്റെ ഈ നിയോഗത്തിന് വേണ്ടി, എൻ്റെ കൊച്ചിൻ്റെ നിയോഗത്തിന് വേണ്ടി, എൻ്റെ കുടുംബത്തിൻ്റെ ഈ ആവശ്യത്തിന് വേണ്ടി, എൻ്റെ അസ്വസ്ഥതകൾക്ക് വേണ്ടി, എൻ്റെ ഈ കണ്ണീരിന് വേണ്ടി മാധ്യസ്ഥം വഹിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള ഒരു നിയോഗം നമ്മുടെ മനസ്സിലേക്ക് നമുക്ക് കൊണ്ടുവരാം. ആ നിയോഗത്തിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി, അഭിഷേകത്തിന് വേണ്ടി ഈ നൊവേന പ്രാർത്ഥന നമ്മൾ ചൊല്ലി പ്രാർത്ഥിക്കാനായിട്ട് പോവുകയാണ്. നമ്മുടെ എല്ലാ ആവശ്യങ്ങളും വേദനകളും പ്രത്യേകമായിട്ടുള്ള ഈ നിയോഗവും ദൈവത്തിൻ്റെ മുമ്പിൽ സമർപ്പിച്ച് വിശുദ്ധ അന്തോണീസ് പുണ്യവാനെ, ഈ നിയോഗം എനിക്ക് സാധിച്ചു തരണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, എൻ്റെ ആവശ്യം നടത്തി തരണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, എൻ്റെ ഈ അസ്വസ്ഥത മാറ്റിത്തരണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, എൻ്റെ ഈ ബുദ്ധിമുട്ട് മാറ്റിക്കളയണേ പുണ്യവാനെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ എല്ലാ നിയോഗങ്ങളും സമർപ്പിച്ച് ഏറ്റവും വിശ്വാസത്തോടുകൂടെ ഈ നൊവേന പ്രാർത്ഥന ചൊല്ലി ഏറ്റവും ഭക്തിയോടെ നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവമേ, ആത്മീയവും ശാരീരികമായ നന്മകളാലും അത്ഭുതസിദ്ധികളാലും ജീവിതകാലത്ത് തന്നെ വിശുദ്ധ അന്തോണീസിനെ അനുഗ്രഹിക്കുവാൻ തിരുമനസ്സായ അങ്ങ് ഞങ്ങളുടെ മധ്യേ സന്നിഹിതനായിരിക്കുന്നുവെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു. അങ്ങേക്കെതിരായി ചെയ്തു പോയ പാപങ്ങളെ കുറിച്ച് ഞങ്ങൾ പശ്ചാത്തപിക്കുന്നു. അങ്ങയുടെ കരുണയിൽ ഞങ്ങൾ ശരണപ്പെടുന്നു. അങ്ങയുടെ പ്രിയസുതനും ഞങ്ങളുടെ രക്ഷകനുമായ ഈശോ മിശിഹായുടെ നാമത്തിലും സുഖസമ്പന്നമായ ജീവിതത്താൽ അങ്ങയെ സംപ്രീതനാക്കിയ വിശുദ്ധ അന്തോണീസിന്റെ മാധ്യസ്ഥതയിലും ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥനകൾ ദയാപൂർവ്വം സ്വീകരിക്കുകയും ഞങ്ങൾ അപേക്ഷിക്കുന്ന കാര്യങ്ങൾ സാധിക്കുകയും ചെയ്യണമേ. ആമേൻ. നിരന്തരമായ ജാഗ്രതയാലും തീക്ഷ്ണമായ പ്രാർത്ഥനയാലും വിശുദ്ധിയുടെ വിളവാവുകയും വേദപുസ്തകത്താലും ധ്യാനത്താലും വേദവിജ്ഞാനിയായി തീരുകയും ചെയ്ത വിശുദ്ധ അന്തോണീസേ, വിശുദ്ധിയിലും വിജ്ഞാനത്തിലും നിരന്തരം വളർന്നു വരുവാനും ദൈവത്തിന്റെയും മനുഷ്യരുടെയും മുമ്പിൽ സംപ്രീതനായി തീരുവാനും ആവശ്യമായ അനുഗ്രഹം ഞങ്ങൾക്ക് പ്രാപിച്ചു തരണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. സ്വർഗസ്ഥനായ പിതാവിലുള്ള ദൃഢമായ വിശ്വാസത്താലും ജീവിതത്തിലുള്ള സജീവമായ ശരണത്താലും ജീവിതത്തെ ധന്യമാക്കുകയും പരസ്പര പ്രവർത്തനങ്ങൾ വഴി ജീവിതത്തെ ബലിയായി സമർപ്പിക്കുകയും ചെയ്ത വിശുദ്ധ അന്തോണീസേ, ദൈവിക പുണ്യങ്ങളിലും സുവിശേഷ സുഹൃതങ്ങളിലും അനുദിന വളർച്ച പ്രാപിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. അങ്ങയിൽ വിളങ്ങിയിരുന്ന ദാരിദ്ര്യാരോഗ്യവും ജീവിത ലാളിത്യവും ഞങ്ങളിൽ വളരുവാൻ ഇടവരുത്തണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പരിശുദ്ധാത്മാവിന്റെ നിവേശനത്താൽ പൂർണ്ണമായി വിശ്വസിക്കുകയും ദൈവിക ദാനങ്ങളും വരങ്ങളും സമൃദ്ധമായി സമ്പാദിക്കുകയും ചെയ്ത വിശുദ്ധ അന്തോണീസേ, രോഗികൾക്ക് ആരോഗ്യം പ്രദാനം ചെയ്യുന്നതിനും ദുഃഖിതരെ ആശ്വസിപ്പിക്കുന്നതിനും രഹസ്യങ്ങളും ഭാവി കാര്യങ്ങളും ഗ്രഹിക്കുന്നതിനും കഴിവുള്ള അങ്ങേക്ക് അസാധ്യമായ യാതൊന്നുമില്ല. അങ്ങയുടെ മധ്യസ്ഥതയിൽ
ശരണപ്പെടുന്ന ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും ബുദ്ധിമുട്ടുകളിലും കരുണാപൂർവ്വം ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. സഭയുടെ അവകാശങ്ങൾക്കായി പ്രവർത്തിക്കുവാനും മർദ്ദരുടെ ആശ്വാസത്തിനായി അധ്വാനിക്കുവാനും ദിനരാത്രങ്ങൾ ചെലവഴിച്ച വിശുദ്ധ അന്തോനീസേ, വിശ്വാസത്തിനായുള്ള എല്ലാ പ്രതിസന്ധികളിലും സഭയോട് ചിന്തിക്കുവാനും പ്രവർത്തിക്കുവാനും നീതിക്ക് വേണ്ടി നിൽക്കുവാനുമുള്ള സന്നദ്ധത ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. അപകടങ്ങളിൽ യാത്രക്കാരുടെയും വേദന അനുഭവിക്കുന്ന മാതാപിതാക്കളുടെയും പ്രത്യേക മധ്യസ്ഥനും അനാഥ ശിശുക്കളുടെ ആശാകേന്ദ്രവുമായ അങ്ങ് ആത്മീയവും ശാരീരികവുമായ എല്ലാ അപകടങ്ങളിൽ നിന്നും ഞങ്ങളെ കാത്തു പരിപാലിക്കുകയും ഞങ്ങൾ യാചിക്കപ്പെട്ട അനുഗ്രഹങ്ങൾ നൽകുകയും ചെയ്യണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. നമുക്കെല്ലാവർക്കും തമ്പുരാന്റെ സന്നിധിയിലിരിക്കുക. നമ്മുടെ എല്ലാ നിയോഗങ്ങളും വേദനകളും ആകുലതകളൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കേണ്ട നിമിഷമാണിത്. വിശുദ്ധ അന്തോണീസ് പുണ്യവാൻ്റെ സന്നിധിയിൽ ഈ തിരുശേഷിപ്പിന് മുമ്പിൽ നമ്മുടെ എല്ലാ നിയോഗങ്ങളും നമുക്ക് വിട്ടുകൊടുക്കാം. പ്രത്യേകമായിട്ട് ഇന്നത്തെ നേർച്ചകഞ്ഞി ഏറ്റെടുത്ത് നടത്തുന്ന ഒരു വിശ്വാസിക്ക് വേണ്ടി പ്രത്യേകമായിട്ട് ആ വ്യക്തിയെയും ആ കുടുംബത്തെയും ദൈവത്തിൻ്റെ മുമ്പിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ദൈവം ചൊരിഞ്ഞ നന്മകൾക്ക് നന്ദി സൂചകമായിട്ടാണ് അത് ചെയ്യുക. ദൈവം കൊടുത്ത പ്രൊമോഷൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് ആ മകൾ ഇതാ ചെയ്യുക. പ്രത്യേകമായിട്ട് ആ മകളെയും ആ മകളുടെ എല്ലാ നിയോഗങ്ങളെയും ദൈവത്തിൻ്റെ മുമ്പിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നേർച്ചക്കഞ്ഞി ഏറ്റെടുത്ത് നടത്തുന്ന ആ കുടുംബത്തിന് എല്ലാവിധ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറയ്ക്കണേ കർത്താവേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതോടൊപ്പം നിതിൻ റോയ് എന്ന മകൻ അസ്വസ്ഥതകൾ മാറാൻ പ്രാർത്ഥിക്കുന്നു. ജനിക്കാൻ പോകുന്ന ഒരു കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥന സഹായം ചോദിക്കുന്നു. ഒരു വിശ്വാസി വിവാഹം നടക്കാനായിട്ട് പ്രാർത്ഥന ചോദിക്കുന്നു. ഒരു വിശ്വാസി അതുപോലെ തന്നെ കാണാതെ പോയ സാധനം തിരിച്ചു കിട്ടിയതിന് ഒത്തിരിയേറെ നന്ദിയോടുകൂടെ പ്രാർത്ഥനയോടുകൂടെ ഈ നിമിഷം ആയിരിക്കുന്നു. മരിയ കാര്യവളിയുടെ കുടുംബത്തിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥന ചോദിക്കുന്നു. ഒരു വിശ്വാസി നന്ദി സൂചകമായിട്ട് പുണ്യവാൻ്റെ മാധ്യസ്ഥ ശക്തി വഴി ചെയ്തു കിട്ടിയ നന്മകൾക്ക് നന്ദി സൂചകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ആരുഷ് എന്ന മകന് വേണ്ടി സംസാരിക്കാൻ അസ്വസ്ഥതകളുള്ള തടസ്സങ്ങളുള്ള മകന് 3 വയസ്സായി, അതിൻ്റെ അസ്വസ്ഥതകൾ മാറാൻ വേണ്ടി പ്രാർത്ഥന ചോദിക്കുന്നു. ബേബി ജോസ് രോഗസൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥന ചോദിക്കുന്നു. ആൻഡോ ജോൺ സ്വപ്ന പ്രത്യേകമായിട്ട് ദൈവം ചൊരിഞ്ഞ എല്ലാ നന്മകൾക്കും നന്ദി സൂചകമായിട്ട് എല്ലാ അസ്വസ്ഥതകളും മാറുവാനും സൗഖ്യം ലഭിക്കുവാനും എന്നും ഐശ്വര്യവും അനുഗ്രഹവും നിറയുവാനും വേണ്ടി പ്രാർത്ഥന ചോദിക്കുന്നു. ആ കുടുംബത്തെ ദൈവത്തിന് മുമ്പിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. റോസമ്മ ചാക്കോ വെളുത്തെടുത്തു തറ എൻ്റെ കുടുംബം പ്രത്യേകമായിട്ട് ആ കുടുംബത്തിൻ്റെ എല്ലാ നിയോഗങ്ങളെയും ദൈവത്തിൻ്റെ മുമ്പിൽ സമർപ്പിക്കാം. വക്കച്ചൻ കുടുംബം രോഗശാന്തിക്ക് വേണ്ടി അസ്വസ്ഥതകൾ മാറാൻ വേണ്ടി പ്രാർത്ഥന ചോദിക്കുന്നു. ജസ്മോൻ എന്ന മകന് വേണ്ടി പ്രാർത്ഥന ചോദിക്കുന്നുണ്ട്. രോഗസൗഖ്യവും അസ്വസ്ഥതകൾ മാറുവാനും നന്നായിട്ട് പഠിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. മേരി എന്ന മകൾക്ക് വേണ്ടി മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും അസ്വസ്ഥതകൾ മാറുവാൻ വേണ്ടി പ്രാർത്ഥന ചോദിക്കുന്നു. അനുമോൾ അരുൺ പുലിവേലിച്ചിറ കുടുംബത്തിനു വേണ്ടി കൊച്ചിനു വേണ്ടി പ്രത്യേകമായിട്ടുള്ള പ്രാർത്ഥന ചോദിക്കുകയാണ്. പുണ്യവാൻ്റെ മാധ്യസ്ഥ ശക്തി വഴി എല്ലാ അനുഗ്രഹങ്ങളും നിറയുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. നവീൻ സ്റ്റീഫൻ ഇൻ്റർവ്യൂ പാസ്സാകാൻ വേണ്ടി പ്രാർത്ഥന ചോദിക്കുന്നു. പ്രത്യേകമായിട്ട് ആ മകനെ ദൈവത്തിന് മുമ്പിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. മീനു കെ ജോസഫ് ജോലി കിട്ടിയതിന് നന്ദി സൂചകമായിട്ട് KM ജോസഫ് ജോലി കിട്ടുവാൻ വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥന ചോദിക്കുന്നു. രാജു തോമസ് അസ്വസ്ഥതകൾ മാറാൻ വേണ്ടി പ്രാർത്ഥന ചോദിക്കുന്നു. ജോജിമോൻ ജോസഫ് പാട്ടത്തിൽ എക്സാം പാസ്സാകാൻ വേണ്ടിയും ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ നിറയപ്പെടുവാൻ വേണ്ടിയും പ്രാർത്ഥന ചോദിക്കുന്നു. ജിനുമോൻ ജോസഫ് B2 എക്സാം പാസ്സാകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. സെബാസ്റ്റ്യൻ മാനന്ദലാൻ്റെ കുടുംബത്തിൻ്റെ എല്ലാ അസ്വസ്ഥതകളും തടസ്സങ്ങളും മാറിക്കിട്ടുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഗ്രീഷ്മ വർഗീസ് വിദേശത്തേക്ക് പോകുവാനും ജോലി ലഭിക്കുവാനും എല്ലാം ഭംഗിയായി തീരുവാനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. സെബാസ്റ്റ്യൻ കമ്മട്ടിൽ തറ പ്രത്യേകമായിട്ട് നന്ദി സൂചകമായിട്ടാണ് ദൈവം ചൊരിഞ്ഞ എല്ലാ നന്മകൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് മെറിൻ ജോഷി മെർലിൻ ഫിലിപ്പ് നഴ്സിംഗ് വിദ്യാർത്ഥികളാണ്. അതോടൊപ്പം അവരോട് കൂടെ നഴ്സിംഗ് പരീക്ഷ എഴുതുന്ന എല്ലാ മക്കളെയും അനുഗ്രഹം കൊണ്ട് നിറയ്ക്കണേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.
ഫെബിൻ എന്ന മകൻ എക്സാമിൻ്റെ വിജയത്തിന് വേണ്ടി 2 എക്സാമുണ്ട്. ഇന്നലെ ഒരു എക്സാം കഴിഞ്ഞു, നാളെ ഒരു എക്സാമും കൂടിയുണ്ട്. നല്ല മാർക്കോടുകൂടി പാസ്സാകാൻ വേണ്ടി പ്രാർത്ഥന ചോദിക്കുന്നു. ഒരു വിശ്വാസി തൻ്റെ 3 മക്കളെയും കുടുംബത്തിനു വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. പ്രത്യേകമായിട്ട് കുടുംബത്തിൻ്റെ എല്ലാ നിയോഗങ്ങളെയും ദൈവത്തിൻ്റെ മുമ്പിൽ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നിരവധിയായ അപേക്ഷകൾ നമ്മുടെ മുമ്പിലുണ്ട്. അതെല്ലാം ദൈവത്തിൻ്റെ മുമ്പിലേക്ക് നമുക്ക് കൊടുത്ത് പ്രാർത്ഥിക്കാം. അച്ഛൻ എപ്പോഴും നിങ്ങളോട് പറയുന്നൊരു കാര്യമുണ്ട്, ഈ അപേക്ഷകളൊക്കെ നമ്മുടെ വേദനകളാണ്. മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമ്മുടെ വേദനകളും എടുത്ത് മാറ്റും. പലപ്പോഴും മറ്റൊരാളുടെ വേദനയും നമ്മുടെ വേദനയൊക്കെ പലപ്പോഴും സാമ്യമുണ്ട്. ചെറു കടബാധ്യതയായിരിക്കും. എൻ്റെ കുടുംബത്തിനും കടബാധ്യതയുണ്ട്. ഞാൻ കടബാധ്യത അനുഭവിക്കുന്നൊരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവം എൻ്റെ കടബാധ്യത മാറ്റിത്തരും. ഒരു കൊച്ചിൻ്റെ കല്യാണം നടക്കാനായിട്ട് അച്ഛൻ ഇവിടെ വിളിച്ചു പറയുക. അപ്പോൾ നിങ്ങളെന്താ ചെയ്യേണ്ടത്? ആ കൊച്ചിൻ്റെ കല്യാണം നടത്തി കൊടുക്കണേ കർത്താവേ എന്ന് നിങ്ങൾ മനസ്സിൽ പ്രാർത്ഥിക്കണം. എൻ്റെ പരീക്ഷ പാസ്സാകാൻ വേണ്ടി ഒരു കൊച്ചു പ്രാർത്ഥിക്കണമെന്ന് ഞാൻ ഇവിടെ വിളിച്ചു പറയുന്നു. നിങ്ങളെന്ത് ചെയ്യണം? മനസ്സിൽ പ്രാർത്ഥിക്കണം, ദൈവമേ ആ കൊച്ചിൻ്റെ പരീക്ഷ ഒന്ന് പാസ്സാക്കി കൊടുക്കണേ എന്ന്. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ എന്താ ഗുണമെന്നറിയോ? ഞാൻ പ്രാർത്ഥിക്കുന്ന വ്യക്തിയിലൂടെ എൻ്റെ ജീവിതത്തെ ദൈവം അനുഗ്രഹിക്കും. അതുകൊണ്ടാണ് ഞാൻ പറയണേ, മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് ഒത്തിരി ശക്തിയുണ്ട്. നിങ്ങൾ മറ്റൊരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ വേദനകൾ ദൈവം മാറ്റിത്തരും. ഒരു കടബാധ്യത അനുഭവിക്കുന്ന, ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന, രോഗങ്ങൾ അനുഭവിക്കുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി ഞാനിവിടെ വിളിച്ചു പറയുമ്പോൾ നിങ്ങൾ ആ വ്യക്തിക്ക് വേണ്ടി മനസ്സിൽ പറയുക, കർത്താവേ ആ വ്യക്തിക്ക് സൗഖ്യം കൊടുക്കണേ, കടബാധ്യത മാറ്റിക്കൊടുക്കണേ, കൊച്ചിന് നല്ല മാർക്ക് കൊടുക്കണേ, അസ്വസ്ഥതകൾ മാറ്റിക്കൊടുക്കണേ എന്ന് മനസ്സിൽ പറഞ്ഞാൽ അനുഗ്രഹം കിട്ടാൻ പോകുന്നത് നിങ്ങൾക്കാണ്. അതുകൊണ്ട് സ്നേഹം നിറഞ്ഞവരെ, അച്ഛനിവിടെ ചൊല്ലി ഓരോ പ്രാർത്ഥനകൾ വായിക്കുമ്പോഴും ഓരോ നിയോഗങ്ങൾ ഏറ്റുപറയുമ്പോഴും നിങ്ങൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണമേ എന്ന് ഓർമ്മപ്പെടുത്തുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. വിശുദ്ധ അന്തോണീസ് പുണ്യവാനെ ഇതുവരെ ചെയ്തു തന്ന എല്ലാ നന്മകൾക്കും നന്ദി പറയുന്നു. സ്നേഹം നിറഞ്ഞ ജിനുവച്ച അച്ഛൻ എല്ലാ ചൊവ്വാഴ്ചയും ഓൺലൈനിലിടുന്ന നൊവേന പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന വ്യക്തിയാണ് ഞാൻ. എൻ്റെ പേര് നന്ദിത. ഞാനൊരു ടീച്ചറാണ്. പ്രത്യേകമായിട്ട് എൻ്റെ കുട്ടികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാണ് ഞാനിത് എഴുതുന്നത്. എനിക്ക് 2 മക്കളുണ്ട്. ആ മക്കൾ നന്നായിട്ട് പഠിക്കാനും നല്ല മക്കളായിട്ട് വളരുവാനും എന്നും സന്തോഷത്തോടു കൂടെ ജീവിക്കാനും വേണ്ടിയും അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. വീട്ടിൽ ഇച്ചിരി കടബാധ്യതയുണ്ട്, അത് മാറുവാനും കുടുംബത്തിൽ സമാധാനം കൈവരുവാനും വേണ്ടിയും അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുക. ഭർത്താവിന് കോവിഡ് കഴിഞ്ഞിട്ട് ജോലി പോയിട്ട് കുറച്ച് നാളുകളായി, അത് തിരിച്ചു കിട്ടുവാനും വേണ്ടിയും അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. നിയോഗങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. രാജി എന്ന മകളാണ് എഴുതിയിരിക്കുക. സ്നേഹം നിറഞ്ഞ ജിനുവച്ച, എൻ്റെ ഈ നിയോഗം വിശുദ്ധ അന്തോണീസ് പുണ്യവാൻ്റെ സന്നിധിയിൽ ഒന്ന് പ്രാർത്ഥിക്കണേ. ഞാൻ നടക്കുമ്പോൾ എനിക്ക് ബാലൻസിൻ്റെ കുറവുണ്ട്. അതുമൂലം പലപ്പോഴും ഞാൻ താഴെ വീണു പോകുന്നു. നടത്തത്തെ നിയന്ത്രിക്കുന്ന ഞെരുമ്പ് ചുരുങ്ങിപ്പോവുകയാണ്. അതുകൊണ്ട് അതിൻ്റെ അസ്വസ്ഥതകൾ മാറ്റി എന്നെ അനുഗ്രഹിക്കണം വേണ്ടി അച്ഛ പുണ്യവാൻ്റെ നൊവേന പ്രാർത്ഥനയിൽ പ്രാർത്ഥിക്കണേ. വത്സല എന്നൊരു മകളാണ്. സ്നേഹം നിറഞ്ഞ ജിനുവച്ച അച്ഛൻ്റെ ഓൺലൈനിലിടുന്ന നൊവേന പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് അച്ഛൻ എൻ്റെ നിയോഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കണേ. എന്നും തലവേദനയാണ്. അതോടൊപ്പം തന്നെ എൻ്റെ കൊച്ചിന് മൈഗ്രെയിൻ്റെ പ്രശ്നമുണ്ട്. അത് മാറുവാനും എൻ്റെ അമ്മയുടെ കാൽമുട്ടിൻ്റെ വേദന മാറുവാനും വേണ്ടിയും അച്ഛൻ പ്രത്യേകമായിട്ട് നൊവേന പ്രാർത്ഥനയിൽ പ്രാർത്ഥിക്കണേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. വിശുദ്ധ അന്തോണീസ് പുണ്യവാനെ എൻ്റെ കുടുംബത്തിന് വേണ്ടി എൻ്റെ കുടുംബത്തെ അനുഗ്രഹിക്കണേ. എൻ്റെ കുടുംബത്തിൽ ഒത്തിരിയേറെ കടബാധ്യതയുണ്ട്. ജോഷി എന്ന മകനാണിത് എഴുതിയിരിക്കുക. ആ ജോഷി എന്ന മകൻ്റെ കടബാധ്യത മാറിക്കിട്ടുവാൻ വേണ്ടിയും നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. മെറീന എന്നൊരു മകള് നന്നായിട്ട് പഠിക്കാനുള്ള കൃപാവരത്തിന് വേണ്ടി അച്ഛ പ്രാർത്ഥിക്കണേ. ആശ്വിൻ എന്ന മക്കൾ നന്നായിട്ട് പഠിക്കാനും 10ാം ക്ലാസ്സിൽ ഉന്നതമായിട്ടുള്ള വിജയം വരിക്കാനും നല്ല മക്കളായിട്ട് വളരാനും അപ്പൻ്റെ കടബാധ്യത, കുടുംബത്തിൻ്റെ കടബാധ്യത മാറിക്കിട്ടാനും വേണ്ടിയും അച്ഛ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. സ്നേഹം നിറഞ്ഞ ജിനുവച്ച, എൻ്റെ കൊച്ചിന് വേണ്ടിയിട്ടാണ് ഞാനിത് എഴുതുക. എൻ്റെ കൊച്ചു ജനിച്ചപ്പോൾ തൊട്ട് കണ്ണിന് ഭയങ്കര പ്രശ്നമാണ്, കാഴ്ചക്കുറവുണ്ട്. കണ്ണിൻ്റെ സൗഖ്യത്തിന് വേണ്ടിയും അവന് പലപ്പോഴും ഈ അലർജി പ്രശ്നങ്ങളുണ്ട്. അലർജി പ്രശ്നം മാറുന്നതിന് വേണ്ടിയും അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. അതോടൊപ്പം എൻ്റെ ഭർത്താവിൻ്റെ മദ്യപാന ശീലം മാറിക്കിട്ടുവാനും വേണ്ടിയും
അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കും. പ്രത്യേകമായിട്ട് ആ കുടുംബത്തിൻ്റെ എല്ലാ നിയോഗങ്ങളും ദൈവത്തിൻ്റെ മുമ്പിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. സഞ്ജു എന്ന മകനാണ്. 38 വർഷമായിട്ട് ഒരു ജോലിക്ക് വേണ്ടി പരിശ്രമിക്കുന്നു, പക്ഷെ കിട്ടുന്നില്ല. അച്ഛൻ പ്രത്യേകമായിട്ട് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. ദൈവത്തിൻ്റെ മുമ്പിൽ ആ നിയോഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി. എനിക്ക് 34 വയസ്സുണ്ട്, എൻ്റെ വിവാഹം കഴിഞ്ഞിട്ടില്ല. അച്ഛൻ പ്രത്യേകമായിട്ട് എനിക്ക് വേണ്ടി പുണ്യവാൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കണേ. ജയിൻ എന്ന മകനാണ്. ആ മകന് വേണ്ടി ദൈവത്തിൻ്റെ മുമ്പിൽ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ആ മകൻ്റെ എല്ലാ തടസ്സങ്ങളും മാറ്റിക്കൊടുക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യാം. ടെസി എന്ന മകളാണ്. ഒരു ജോലിക്ക് വേണ്ടി പരിശ്രമിക്കുന്നു, പക്ഷെ കിട്ടുന്നില്ല. വിദേശത്തേക്ക് പോകാനായിട്ട് പല കാര്യങ്ങളും ചെയ്തു നോക്കി, പക്ഷേ എല്ലാത്തിനും എന്തോ തടസ്സമാണ്. ജിനുവച്ച എൻ്റെ നിയോഗത്തിന് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. വിശുദ്ധ അന്തോണീസ് പുണ്യവാൻ്റെ നൊവേനയിൽ സമർപ്പിക്കുകയും ചെയ്യണേ. പ്രസന്ന എന്നൊരു മകളാണ്. മക്കളായ സാഞ്ചോ, സായൂജ്യ എന്നവരുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയും വീട്ടിലെ കടബാധ്യത മാറിക്കിട്ടാൻ വേണ്ടിയും പ്രാർത്ഥന ചോദിക്കുന്നു. നിതിൻ തോമസ് എന്ന മകൻ പ്രാർത്ഥന ചോദിക്കുകയാണ്. രോഗസൗഖ്യത്തിന് വേണ്ടിയിട്ടാണ് പ്രാർത്ഥന ചോദിക്കുക. എൻ്റെ അപ്പന് ക്യാൻസറാണ് അച്ഛാ, പ്രത്യേകമായിട്ട് അപ്പൻ്റെ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഒരു ജോലിക്ക് വേണ്ടി പ്രാർത്ഥന ചോദിക്കുന്നു. ഒരു കുഞ്ഞു മകൾ എഴുതിയിരിക്കുന്ന ഒരു ലെറ്ററാണ് കേട്ടോ. ആ മകൾ പറയുക, എൻ്റെ അപ്പൻ്റെ മദ്യപാനശീലം, അപ്പൻ എന്നും കുടിച്ചു വന്ന് അമ്മേനെ തല്ലും, അതുകൊണ്ട് വീട്ടിലെന്നും പ്രശ്നമാണ്. അച്ഛാ എൻ്റെ അപ്പന് വേണ്ടി അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. പ്രത്യേകമായിട്ട് ആ കുടുംബത്തിൻ്റെ നിയോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കടബാധ്യത മാറിക്കിട്ടുവാൻ വേണ്ടി അനിൽ, ഷൈനി എന്ന മക്കൾ പ്രാർത്ഥന ചോദിക്കുന്നു. ജീവിതത്തിൻ്റെ തടസ്സങ്ങൾ മാറിക്കിട്ടാൻ വേണ്ടി പുണ്യവാൻ്റെ സന്നിധിയിൽ അച്ഛൻ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. ഇതുവരെ ചെയ്തു തന്ന എല്ലാ നന്മകൾക്കും 1000 നന്ദി പറയുന്നതോടൊപ്പം ഇനിയുള്ള ജീവിതത്തിലും ഞങ്ങളുടെ കൂടെ ഉണ്ടാകണമേ എന്ന് ഈശോയോട് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. വിൽസൺ എന്നൊരു മകൻ പ്രാർത്ഥന ചോദിക്കുന്നു. രോഗസൗഖ്യത്തിന് വേണ്ടിയിട്ടാണ് പ്രാർത്ഥന ചോദിക്കുക. കടബാധ്യത മാറുകിട്ടുവാൻ വേണ്ടി റെജി എന്ന മകൻ പ്രാർത്ഥന ചോദിക്കുന്നു. പ്രത്യേകമായിട്ട് ദൈവത്തിൻ്റെ മുമ്പിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഭർത്താവിൻ്റെയും മകൻ്റെയും ദുശീലങ്ങൾ മാറിക്കിട്ടാൻ വേണ്ടിയും വചനാധിഷ്ഠിതമായൊരു ജീവിതം നയിക്കുവാൻ വേണ്ടിയും പ്രത്യേകമായിട്ട് അച്ഛാ ഞങ്ങൾക്ക് വേണ്ടി, എൻ്റെ ഭർത്താവിനും എൻ്റെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കണേ. കുടുംബസമാധാനത്തിന് വേണ്ടി പ്രാർത്ഥന ചോദിക്കുന്നു. പഠിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ എൻ്റെ ഒരു മകൻ PSCക്ക് വേണ്ടി ഒരുങ്ങുന്നുണ്ട്. അച്ഛാ പ്രത്യേകമായിട്ട് എൻ്റെ മകന് വേണ്ടി പ്രാർത്ഥിക്കണേ. അതോടൊപ്പം OET പരീക്ഷ എന്ന എൻ്റെ മകൾക്ക് വേണ്ടിയും അച്ഛാ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. ജിൻസി എന്ന ഒരു അമ്മയുടെ പ്രാർത്ഥനയാണ്. പ്രത്യേകമായിട്ട് ആ നിയോഗം ദൈവത്തിൻ്റെ മുമ്പിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അരുൺ എന്നൊരു മകൻ്റെ പ്രാർത്ഥനയാണ്. കടബാധ്യത മാറിക്കിട്ടുവാൻ വേണ്ടി പ്രാർത്ഥന ചോദിക്കുന്നു. ഷൈനി മോൾ എന്നൊരു മകളുടെ പ്രാർത്ഥനയാണ്. ഹാർട്ടിൻ്റെ അസുഖത്താൽ 2 വാൽവും മാറ്റണമെന്നാണ് ഡോക്ടർ പറയുന്നത്. എൻ്റെ ശരീരത്തിൽ ഓപ്പറേഷൻ ചെയ്യാൻ ഇടവരുത്തരുതേ എന്നാണ് എൻ്റെ പ്രാർത്ഥന. സൗഖ്യത്തിന് വേണ്ടിയിട്ടാണ് പ്രാർത്ഥന ചോദിക്കുക. അതോടൊപ്പം തന്നെ ജിനുവച്ച ഞങ്ങൾക്ക് ഒത്തിരിയേറെ കടബാധ്യതകളുണ്ട്. നൊവേന പ്രാർത്ഥനയിൽ അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. എല്ലാ ചൊവ്വാഴ്ചയും നൊവേന പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന, ഓൺലൈനായിട്ട് അച്ഛൻ യൂട്യൂബിലിടുന്ന നൊവേന പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന വ്യക്തിയാണ് ഞാൻ. അച്ഛൻ എൻ്റെ നിയോഗത്തിന് വേണ്ടിയും പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. ഷൈനിമുള്ള മകളുടെ എല്ലാ നിയോഗങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാം. ജെൻസൺ എന്നൊരു മകൻ, ബൈപ്പാസ് കഴിഞ്ഞ ആളാണ് ഞാൻ. ഒത്തിരിയേറെ ബുദ്ധിമുട്ടിലൂടെയാണ് കടന്നു പോവുക. അച്ഛാ എനിക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. ജെൻസൺ എന്ന മകന് വേണ്ടി ദൈവത്തിൻ്റെ മുമ്പിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഇരുപത് വർഷമായിട്ടുള്ളൊരു ശ്വാസം മുട്ടൽ മാറാൻ വേണ്ടി ഒരു മകൻ പ്രാർത്ഥന ചോദിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ മുമ്പിൽ ആ മകനെ ദൈവത്തിൻ്റെ മുമ്പിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. വിനോദ് എന്ന മകൻ, എൻ്റെ വൃക്കസംബന്ധമായ അസുഖങ്ങൾ മൂലം ആഴ്ചയിൽ 3 ഡയാലിസിസ് ചെയ്യുന്നു. അച്ഛൻ പ്രത്യേകമായിട്ട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. അതോടൊപ്പം വീട്ടിൽ ഒത്തിരിയേറെ കടബാധ്യതകളുണ്ട്, അത് മാറുവാൻ വേണ്ടിയും അച്ഛൻ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. തോമസ് എന്നൊരു മകനാണ്. യേശുവേ നന്ദി, യേശുവേ സ്തുതി. വിശുദ്ധ അന്തോണീസ് പുണ്യവാനെ എൻ്റെ നിയോഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കണേ. എനിക്ക് ഹെർണിയായുടെ ഒരു പ്രോബ്ലം ഉണ്ട്, അത് മാറ്റിത്തരാനും വാർദ്ധക്യ സഹജമായ രോഗത്തിൽ നിന്ന് വിമുക്തി നേടാനും
ആയുസ്സും ആരോഗ്യം കിട്ടുവാനും വേണ്ടിയും പ്രത്യേകമായിട്ട് പ്രാർത്ഥന ചോദിക്കുന്നു. അക്സ എന്നൊരു മകള് വിദ്യാഭ്യാസത്തിന് വേണ്ടി പ്രാർത്ഥന ചോദിക്കുന്നു. പഠിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി ജസ്വിൻ എന്നൊരു മകൻ പ്രാർത്ഥന ചോദിക്കുന്നു. അതിൽ എന്നൊരു മകൻ, അതിൽ എന്ന മകന് വേണ്ടിയിട്ടാണ് പ്രാർത്ഥന ചോദിക്കുക. ഒരു അമ്മയുടെ പ്രാർത്ഥനയാണ്. മകൻ്റെ വാശിയും ദേഷ്യവും പറഞ്ഞ് കേൾക്കാത്ത അവസ്ഥയൊക്കെ മാറ്റിക്കിട്ടാനും എൻ്റെ മകൻ നല്ല രീതിയിൽ വളർന്നു വരുവാനും വേണ്ടിയും അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. സംഗീത ഷിബു എന്നൊരു മകളാണിത് എഴുതിയിരിക്കുക. ഒരു ഭവനം കിട്ടുവാൻ വേണ്ടിയും നല്ലൊരു ഭവനം പണിയുവാൻ വേണ്ടിയും അതിൻ്റെ അസ്വസ്ഥതകളും തടസ്സങ്ങളും മാറിക്കിട്ടാൻ വേണ്ടിയും അച്ഛാ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. നിവിൻ എന്നൊരു മകൻ പ്രാർത്ഥന ചോദിക്കുന്നത്, അച്ഛാ എനിക്ക് വേണ്ടിയും എൻ്റെ കുടുംബത്തിന് വേണ്ടിയും പ്രാർത്ഥന ചോദിക്കുന്നു. ഞങ്ങളൊരു പ്രോപ്പർട്ടി വിൽക്കാനിട്ടിട്ട് വർഷങ്ങളായി, അത് വിറ്റുപോകുന്നില്ല. അത് വിറ്റുപോകുവാനും വീട്ടിലെ കടബാധ്യതകൾ മാറിക്കിട്ടുവാനും രോഗസൗഖ്യത്തിന് വേണ്ടിയും അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. കടബാധ്യത മാറിക്കിട്ടാൻ വേണ്ടിയും വീട് പണി പൂർത്തിയാക്കാൻ വേണ്ടിയും പ്രാർത്ഥന ചോദിക്കുന്നു. രോഗസൗഖ്യത്തിന് വേണ്ടി ഫിലോമിന എന്ന മകൾ പ്രാർത്ഥന ചോദിക്കുന്നു. 5 വർഷമായിട്ട് ഗൾഫിലിരിക്കുന്ന മകൻ റെജി നാട്ടിൽ വരുവാനും അവൻ്റെ എല്ലാ കാര്യങ്ങളും ശരിയാകാനും വേണ്ടിയും പ്രാർത്ഥന ചോദിക്കുന്നു. +2 പഠിക്കുന്ന ഒരു മകളാണ്. ആ മകള് പ്രത്യേകമായിട്ട് പ്രാർത്ഥന ചോദിച്ചിരിക്കുക. എൻ്റെ അമ്മയുടെ വയറ്റിൽ ഒരു മുഴയുണ്ട്, അതുമൂലം അമ്മയ്ക്ക് എന്നും അസുഖങ്ങളും ബുദ്ധിമുട്ടുകളുമാണ്. അത് മാറിക്കിട്ടുവാനും കുടുംബത്തിൻ്റെ ഐശ്വര്യത്തിനും സമാധാനത്തിനും വേണ്ടിയും അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. യേശുദാസ് എന്നൊരു മകൻ പ്രാർത്ഥന ചോദിച്ചിരിക്കുകയാണ്. കടബാധ്യത മാറിക്കിട്ടാനും വീടിൻ്റെ ലേല നടപടിയിൽ നിന്നും ഒഴിവാക്കി തരുവാനും പ്രത്യേകമായിട്ട് അച്ഛൻ പ്രാർത്ഥിക്കണേ. ഒരു വിശ്വാസി പ്രാർത്ഥന ചോദിക്കുന്നു. ഭർത്താവിൻ്റെ മദ്യപാനശീലം മാറിക്കിട്ടാൻ വേണ്ടി പ്രാർത്ഥന ചോദിക്കുന്നു. ശാലിനി എന്നൊരു മകള് ഒത്തിരി മനപ്രയാസത്തോടു കൂടിയാണ് ഇത് എഴുതുക. ഒത്തിരിയേറെ കടബാധ്യതയിലൂടെ ഏകദേശം ഒരു 45 ലക്ഷം രൂപ കടബാധ്യതയുണ്ട്. അത് മാറിക്കിട്ടാനും കുടുംബത്തിലെന്നും സമാധാനവും സന്തോഷവും ഉണ്ടാകാനും വേണ്ടിയും അച്ഛാ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. ത്രേസ്യാമ്മ ജോസഫ് എന്നൊരു മകള് രോഗസൗഖ്യത്തിന് വേണ്ടിയും കാഴ്ചയ്ക്ക് വ്യക്തത കുറവുണ്ട്, അത് മാറിക്കിട്ടാനും വേണ്ടിയും പ്രാർത്ഥന ചോദിക്കുന്നു. സെബാസ്റ്റ്യൻ എന്നൊരു വ്യക്തി വീടിൻ്റെ കടബാധ്യത മാറിക്കിട്ടാൻ വേണ്ടി പ്രാർത്ഥന ചോദിക്കുന്നു. ഒരു ജോലിക്ക് വേണ്ടി ഒരു മകൾ പ്രാർത്ഥന ചോദിക്കുന്നു. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു മകൻ പരീക്ഷയിൽ ഉന്നതമായിട്ടുള്ള വിജയം വരിക്കാനും പഠിച്ചത് ഓർത്തിരിക്കാനും വേണ്ടി പ്രാർത്ഥന ചോദിക്കുന്നു. ഈശോയെ, ഞങ്ങളുടെ കുടുംബത്തിൽ ഒത്തിരിയേറെ കടബാധ്യതകളുണ്ട്. സഹോദരൻ്റെ വിവാഹ തടസ്സം അതുപോലെ തന്നെ മാറ്റിത്തരാനും കുടുംബത്തിൽ ശാന്തിയും സമാധാനവും ഉണ്ടാകാനും വേണ്ടിയും പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. സ്നേഹം നിറഞ്ഞ ജിനുവച്ച ഞങ്ങളുടെ നിയോഗം പുണ്യവാൻ്റെ നൊവേന പ്രാർത്ഥനയിൽ ഓർക്കുമല്ലോ. പ്രത്യേകമായിട്ട് ആ നിയോഗങ്ങൾ ദൈവത്തിന് മുമ്പിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ദീന എന്നൊരു മകളാണ്. എനിക്ക് 4 നിയോഗങ്ങളുണ്ട്. എൻ്റെ മോള് ശ്രുതി PCODക്ക് മരുന്ന് കഴിക്കുന്നു. ഒരു കുഞ്ഞിനു വേണ്ടി അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. ആ ശ്രുതി എന്ന മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഒത്തിരി മക്കൾക്ക് PCODയുടെ കംപ്ലയിൻസ് ഉണ്ട്. അതുമൂലം പല പിള്ളേർക്കും കുഞ്ഞുങ്ങളുണ്ടാകുന്നില്ല, പലർക്കും കുഞ്ഞുങ്ങളുണ്ടാകുന്നില്ല. അതുമൂലം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന എല്ലാ മക്കളെയും ദൈവത്തിന് മുമ്പിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. എൻ്റെ മോൻ സുജിൻ, സാവിയോ, ഇവർക്ക് നല്ലൊരു കുടുംബജീവിതം കിട്ടാൻ വേണ്ടിയും സ്ഥിരമായൊരു ജോലി കിട്ടാൻ വേണ്ടിയും അച്ഛൻ പ്രാർത്ഥിക്കണേ. കടബാധ്യത മാറിക്കിട്ടാനും എൻ്റെ യൂട്രസിൽ ഒരു മുഴയുണ്ട്, അതിൻ്റെ അസ്വസ്ഥതകൾ മാറിക്കിട്ടാനും വേണ്ടിയും അച്ഛൻ പ്രാർത്ഥിക്കണേ. നല്ലൊരു വീട് വയ്ക്കാൻ ആഗ്രഹിക്കുന്നു, പക്ഷെ എന്തൊക്കെയോ തടസ്സങ്ങളുണ്ട്, അതിനും വേണ്ടിയും അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. ആനി എന്നൊരു മകള്, എൻ്റെ പപ്പയ്ക്ക് ഷുഗർ കൂടി നിൽക്കുകയാണ്, ശരീരവേദനയും ക്ഷീണവുമായിട്ട് ഒത്തിരിയേറെ ബുദ്ധിമുട്ടുന്നു എൻ്റെ പപ്പയ്ക്ക് വേണ്ടി അച്ഛ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. വിജിത എന്നൊരു മകള് 7 വർഷമായിട്ട് വേരിക്കോസ് വെയിൻ്റെ അസുഖം മൂലം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന മകളാണ് ഞാൻ. അച്ഛ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. ആൻസി എന്നൊരു മകള് പ്രാർത്ഥന ചോദിക്കുന്നത്, എനിക്ക് അടുത്ത മാസം 6-ാം തീയതി ഒരു എക്സാമുണ്ട്. അച്ഛ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുകയാണ്. അച്ഛ പ്രത്യേകമായിട്ട് എൻ്റെ പരീക്ഷ പാസ്സാകാൻ വേണ്ടി പ്രാർത്ഥിക്കണേ. വിനിത ഷിബു, ഒരു ജോലി കിട്ടാനും വീട് പണി പൂർത്തിയാക്കാനും മക്കളുടെ വിദ്യാഭ്യാസ പുരോഗതിക്കും വേണ്ടി പ്രാർത്ഥന ചോദിക്കുന്നു. എൻ്റെ മകൻ വിദേശത്ത് പോകാൻ ശ്രമിക്കുന്നു. 2 വർഷം കൊണ്ട് ഒരുപാട് തടസ്സം നേരിടുകയാണ്. ആ തടസ്സം മാറ്റി കിട്ടാൻ വേണ്ടിയും ഒരുപാട് കടമുണ്ട്. ത്രേസ്യാമ്മ എന്നൊരു അമ്മയുടെ പ്രാർത്ഥനയാണ്.
കാനഡയിലായിരിക്കുന്ന മകന് വേണ്ടി പ്രാർത്ഥിക്കണം. പഠിക്കുന്ന മകന് വേണ്ടി പ്രാർത്ഥിക്കണം. കുടുംബസമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. ദൈവത്തിൻ്റെ മുമ്പിൽ അത് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. രവി എന്നൊരു മകൻ, ഹാർട്ട്, ഒരു ഹൈന്ദവ സഹോദരനാണ്. നമ്മുടെ എല്ലാ പ്രാർത്ഥനയിലും പങ്കെടുക്കുന്നൊരു ഹൈന്ദവ സഹോദരനാണ്. ഹാർട്ട് കംപ്ലൈൻ്റാണ് അച്ഛാ. എങ്ങനെയാണ് പ്രാർത്ഥനകൾ എഴുതേണ്ടതെന്ന് പോലും എനിക്കറിയാൻ പാടില്ല. പക്ഷേ എല്ലാ ദിവസവും എല്ലാ ചൊവ്വാഴ്ചകളിലും വിശുദ്ധ കുർബാനയിലും എല്ലാ ചൊവ്വാഴ്ചകളിലും നൊവേന പ്രാർത്ഥനയിലും പങ്കെടുക്കുന്ന വ്യക്തിയാണ് ഞാൻ. അച്ഛൻ്റെ നിയോഗത്തിന് വേണ്ടി അച്ഛൻ പ്രത്യേകം പ്രാർത്ഥിക്കണേ. ഹാർട്ടിൻ്റെ കംപ്ലൈൻറ്റ് മാറാൻ വേണ്ടി പ്രാർത്ഥന ചോദിക്കുന്നു. ഷിജു സുരേഷ് എന്ന മകൻ സ്ഥിരമായിട്ടൊരു ജോലി കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. രാധിക എന്നൊരു മകള് കർത്താവെ കടബാധ്യതയിൽ നിന്ന് മാറിക്കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആര്യ എന്നൊരു മകള് മക്കളില്ലാതെ വിഷമിക്കുന്ന ഒരു കുടുംബമാണ്. ആ കുടുംബത്തിൻ്റെ എല്ലാ അസ്വസ്ഥതകൾ മാറിക്കിട്ടാൻ വേണ്ടി പ്രാർത്ഥന ചോദിക്കുന്നു. സൂര്യ, എൻ്റെ പേര് സൂര്യ, എന്നെ വീട്ടിൽ ഒത്തിരിയേറെ കടബാധ്യതകളുണ്ട് അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. അതോടൊപ്പം തന്നെ എൻ്റെ ഭർത്താവ് തികഞ്ഞൊരു മദ്യപാനിയാണ്. എന്നും വീട്ടിൽ കുടിച്ചിട്ട് വന്ന പ്രശ്നങ്ങളാണ്. അച്ഛൻ അത് മാറിക്കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കണം. എൻ്റെ മക്കൾക്ക് വേണ്ടിയും അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. എൻ്റെ മകൻ 6ാം ക്ലാസ്സിൽ പഠിക്കുന്നു. പറഞ്ഞാൽ ഒട്ടും അനുസരിക്കുന്നില്ല, പഠിക്കാനും താല്പര്യമില്ല. അത് മാറിക്കിട്ടാൻ വേണ്ടിയും അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. ദൈവത്തിൻ്റെ മുമ്പിൽ മകളുടെ എല്ലാ നിയോഗങ്ങളും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. സജിത എന്നൊരു മകള്, ദേഹത്ത് മുഴുവൻ ചൊറിച്ചിലാണ്, സോറിയാസിസിൻ്റെ പ്രശ്നങ്ങളുണ്ട്. അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. ദൈവത്തിൻ്റെ മുമ്പിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ചിഞ്ചു എന്നൊരു മകള് ഇടയ്ക്കിടയ്ക്ക് കഠിനമായ തലവേദന മൂലം ബുദ്ധിമുട്ടുന്നു. എൻ്റെ കുടുംബത്തിന് വേണ്ടിയും കടബാധ്യത മാറുവാൻ വേണ്ടിയും അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. പ്രിയ എന്നൊരു മകള് കോട്ടയത്താണ്. എൻ്റെ വയറിൽ ഒരു മുഴയുണ്ട്, അതുമൂലം ഒത്തിരിയേറെ ബുദ്ധിമുട്ടുന്നു. അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെടുകയാണ്. ബീന എന്നൊരു മകള് ചെട്ടിക്കുന്ന് എന്ന സ്ഥലത്ത് നിന്ന് എഴുതിയിരിക്കുന്നതാണ്. എനിക്ക് പഠിക്കുന്ന 2 പെൺകുട്ടികളുണ്ട്. സ്വന്തമായി കെട്ടുറപ്പുള്ള ഒരു വീടില്ല. ഒരു പ്രോപ്പർട്ടി വിൽക്കാനായിട്ട് ഇട്ടിട്ടുണ്ട്, പക്ഷെ അത് വിറ്റു പോകുന്നുമില്ല. അച്ഛാ, എൻ്റെ വീട് പണി എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കാനും എൻ്റെ കടബാധ്യത മാറ്റിക്കിട്ടാനും എൻ്റെ പ്രോപ്പർട്ടി വിറ്റുപോകാനും വേണ്ടിയും അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണം. സുധ എന്നൊരു മകള് എൻ്റെ ആസ്മ രോഗം മാറിക്കിട്ടാൻ വേണ്ടിയും കടബാധ്യത മാറിക്കിട്ടാൻ വേണ്ടിയും മകൻ്റെ ദുശ്ശീലങ്ങൾ മാറാൻ വേണ്ടിയും അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നത്. ഷൈനി എന്നൊരു മകള് ഒരു ലോണിൻ്റെ സാങ്ഷന് വേണ്ടി പ്രാർത്ഥന ചോദിക്കുകയാണ്. ദൈവത്തിന് മുമ്പിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. സുരേഷ് എന്നൊരു മകൻ വീടിൻ്റെ കടബാധ്യത മാറാൻ വേണ്ടി പ്രാർത്ഥന ചോദിക്കുന്നു. മക്കളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി ഒരു അമ്മ പ്രത്യേകം പ്രാർത്ഥന ചോദിക്കുന്നു. 9 വർഷമായിട്ട് സുഖമില്ലാതെ കിടപ്പിലായി കിടക്കുന്ന എൻ്റെ അച്ഛന് വേണ്ടി അച്ഛ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. അപ്പന് തീരെ വയ്യ, അതുകൊണ്ട് തന്നെ വീട്ടിൽ ഒത്തിരിയേറെ കടബാധ്യതകളുണ്ട്. 9 വർഷമായിട്ട് എൻ്റെ അപ്പൻ കിടപ്പിലാണ്. അച്ഛൻ്റെ പ്രാർത്ഥനകളിൽ എന്നും സജീവമായിട്ട് പങ്കെടുക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. എൻ്റെ കുടുംബത്തിന് വേണ്ടിയും എൻ്റെ അപ്പന് വേണ്ടിയും അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. യേശുവിൻ്റെ സന്നിധിയിൽ ഇങ്ങനെയുള്ള നിയോഗങ്ങൾ മുഴുവൻ സമർപ്പിക്കും. ബേബി എന്നൊരു മകൻ ഹാർട്ട് പേഷ്യൻ്റാണ്. അതുപോലെ തന്നെ ബേബി എന്ന സഹോദരൻ്റെ മകൻ വിദേശത്ത് പോയിരിക്കുന്നു. ജോലിയൊന്നും ശരിയായിട്ടില്ല. അതിൻ്റെ തടസ്സങ്ങൾ മാറിക്കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. എലിസബത്ത് എന്നൊരു വ്യക്തി പ്രാർത്ഥന ചോദിക്കുന്നു. ഹസ്ബൻഡിൻ്റെ ഹാർട്ട് അറ്റാക്കിൻ്റെ അസ്വസ്ഥത മാറിക്കിട്ടാനും ബൈപ്പാസ് ചെയ്ത് സുഖം കിട്ടാനും പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ അച്ഛ. സ്നേഹം നിറഞ്ഞ ജിനു അച്ഛ. എൻ്റെ പേര് ചിത്ര. ഭർത്താവിന് എന്നും പ്രശ്നങ്ങളാണ്, തടസ്സങ്ങളാണ് ജോലിസ്ഥലത്തെ പ്രശ്നങ്ങളെല്ലാം മാറുവാൻ വേണ്ടി അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. സന്തോഷ് എന്നൊരു മകൻ പ്രത്യേകമായിട്ട് വിദേശത്തേക്ക് പോകാനായിട്ട് ആഗ്രഹിക്കുന്നു. വീട്ടിൽ ഒത്തിരിയേറെ കടബാധ്യതയുണ്ട്. ഈ 2 നിയോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. ടീനു എന്നൊരു വ്യക്തി പ്രാർത്ഥന ചോദിക്കുന്നു. കടഭാരത്താൽ വലയുന്ന എൻ്റെ കുടുംബത്തെ രക്ഷിക്കാനും പ്രത്യേകമായിട്ട് കുടുംബത്തിൻ്റെ അസ്വസ്ഥതകൾ മാറിക്കിട്ടാനും വേണ്ടിയും അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. ദൈവത്തിൻ്റെ മുമ്പിൽ ഇങ്ങനെയുള്ള നിയോഗങ്ങൾ മുഴുവൻ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഒത്തിരി നിയോഗങ്ങൾ ഇങ്ങനെ യേശുവിൻ്റെ സന്നിധിയിലെ നിയോഗങ്ങൾ സമർപ്പിക്കാം. ഷാജി എന്നൊരു മകൻ 15 വർഷമായിട്ട് ഒത്തിരിയേറെ അസ്വസ്ഥതകളിലൂടെയാണ് എൻ്റെ കുടുംബം കടന്നു പോവുക. ഷുഗർ, കൊളസ്ട്രോൾ, BP എല്ലാ അസുഖങ്ങളും എനിക്കുണ്ട്. അതിൽ നിന്നും വിടുതൽ ലഭിക്കുവാൻ വേണ്ടി അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. എൻ്റെ മോന് 28 വയസ്സായി. 3 വർഷം കൊണ്ട് 8 പ്രാവശ്യം
3 വർഷത്തിൽ പലപ്പോഴായിട്ട് അവന് ഫിക്സ് വരുന്നു, പലപ്പോഴായിട്ട് അവൻ ആശുപത്രി കൊണ്ടുപോയാലും അത് മാറിക്കിട്ടുന്നില്ല. സൗഖ്യത്തിന് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ വെച്ചാൽ ദൈവത്തിൻ്റെ മുമ്പിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഫ്രെഡി എന്നൊരു മകൻ കടബാധ്യത മൂലം അലയുന്ന ആ കുടുംബത്തെ രക്ഷിക്കാൻ വേണ്ടി പ്രാർത്ഥന ചോദിക്കുന്നു. ഒരു ജോലി കിട്ടാൻ വേണ്ടി പ്രാർത്ഥന ചോദിക്കുന്നു. തൈറോയിഡിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞ് ട്യൂബ് ഇട്ടിരിക്കുന്നു. ഇത് മാറിക്കിട്ടാൻ വേണ്ടി ലിസി എന്നൊരു മകള് പ്രാർത്ഥന ചോദിക്കുന്നു. ബീന എന്നൊരു മകള് കടബാധ്യത മാറിക്കിട്ടാൻ വേണ്ടി പ്രാർത്ഥന ചോദിക്കുന്നു. വസന്ത എന്നൊരു മകള് പ്രത്യേകമായിട്ട് 5 വർഷത്തോളമായി എൻ്റെ കാൽമുട്ടിന് വേദനയും കാൽപാദം വരെ നീരുമായിട്ട് പല മരുന്നുകളും കഴിക്കുന്നു, ഫലമുണ്ടായിട്ടില്ല. സൗഖ്യത്തിന് വേണ്ടി ജിനുവച്ച പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. ദൈവത്തിൻ്റെ മുമ്പിലെ നിയോഗങ്ങൾ മുഴുവൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. എനിക്ക് വർഷങ്ങളായി ഇസ്നോഫീലിയ തുടങ്ങിയിട്ട് എത്ര മരുന്ന് കഴിച്ചിട്ടൊന്നും മാറുന്നില്ല. അത് മാറിക്കിട്ടാൻ വേണ്ടിയും എനിക്ക് 2 പെൺമക്കളാണ്. ഒരാൾ 1-ാം ക്ലാസ്സിൽ, രണ്ടാമത്തേത് LKGയിലുമാണ്. 2 പേർക്കും നന്നായിട്ട് പഠിക്കുന്നതിന് വേണ്ടിയും അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. ഹാർട്ടിന് പ്രോബ്ലമുള്ള ഒരു വ്യക്തി പ്രാർത്ഥന ചോദിക്കുന്നുണ്ട്. ജോഷി എന്നൊരു മകനാണ്. ദൈവത്തിന് മുമ്പിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അജിഷ എന്നൊരു മകൻ വിവാഹപ്രായം എത്തി നിൽക്കുന്നു. വിവാഹം നടക്കാൻ വേണ്ടി പ്രാർത്ഥന ചോദിക്കുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. വിശുദ്ധ അന്തോണീസ് പുണ്യവാനെ പ്രാർത്ഥിക്കണേ. വിദേശത്താണ് എൻ്റെ മകൻ. അവിടെ ചെന്നിട്ടൊരു ജോലി ഒന്നും റെഡിയായിട്ടില്ല. അത് കിട്ടുവാൻ വേണ്ടിയും അവൻ്റെ അസ്വസ്ഥതകൾ മാറാൻ വേണ്ടിയും അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. ദൈവത്തിൻ്റെ മുമ്പിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അബിൻ എന്നൊരു മകൻ സ്വന്തം കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥന ചോദിക്കുന്നു. കടബാധ്യത മാറിക്കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. മഞ്ജു എന്ന മകള് കടബാധ്യത മാറിക്കിട്ടാൻ വേണ്ടി പ്രാർത്ഥന ചോദിക്കുന്നു. അലോൺ എന്ന മകൻ പഠിച്ചിട്ടൊന്നും മനസ്സിൽ നിൽക്കുന്നില്ല. ഞാൻ +2 പഠിക്കുന്നു വെച്ചാൽ പ്രത്യേകമായിട്ട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. ദൈവത്തിൻ്റെ മുമ്പിൽ ആ നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഇത് വലിയൊരു ലെറ്ററാണ്. എല്ലാം കൂടി വായിക്കാനുള്ള നേരമില്ലാത്തതുകൊണ്ട് അച്ഛൻ അതിൻ്റെ ഉള്ളിലെ കാര്യങ്ങൾ മാത്രം പറഞ്ഞിട്ട് പോവുകയാണ്. ഒരു സർജറിക്ക് വേണ്ടി ഒരുങ്ങുകയാണ് ഒരു കുടുംബം. ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്നാണ് ആവശ്യപ്പെടുക. സ്കാനിങ് ചെയ്തു, ക്യാൻസറാണ്. അതിൻ്റെ എല്ലാ അസ്വസ്ഥതകളും മാറിക്കിട്ടാനും കീഹോൾ സർജറി വേണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ ബുദ്ധിമുട്ടുകൾ മാറിക്കിട്ടാൻ വേണ്ടിയും അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. ഒത്തിരി വേദനകളിലൂടെയും സങ്കടത്തിലൂടെയൊക്കെയാണ് ഞങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുക. അച്ഛൻ ഞങ്ങളുടെ കുടുംബത്തെ പ്രത്യേകമായിട്ട് നൊവേനെ പ്രാർത്ഥനയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കണേ എന്ന് ആവശ്യപ്പെടുന്നു. ദൈവത്തിൻ്റെ മുമ്പിൽ ആ കുടുംബത്തെ ദൈവത്തിൻ്റെ മുമ്പിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഇത് വലിയൊരു ലെറ്ററാണ്. ഇങ്ങനെ 2 പേപ്പർ അടക്കം ഇങ്ങനെ എഴുതി വെച്ചേക്കാം. നമുക്കെല്ലാം കൂടി വായിക്കാനുള്ള നേരമില്ല. ദൈവത്തിൻ്റെ മുമ്പിൽ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ജോൺസൺ എന്നൊരു മകനാണ്. പ്രത്യേകമായിട്ടുള്ള പ്രാർത്ഥനകൾ ഞാനിങ്ങനെ വായിച്ചപ്പോൾ എഴുതി വച്ചിരിക്കുന്നത് ഒരു ജോലി കിട്ടാൻ വേണ്ടി, അതോടൊപ്പം തന്നെ ഒരു വീട് പണിയാൻ വേണ്ടി, ദാരിദ്ര്യം മാറുവാൻ വേണ്ടി, അതോടൊപ്പം തന്നെ കുടുംബത്തിൻ്റെ അസ്വസ്ഥതകൾ അകറ്റിപ്പെടുവാൻ വേണ്ടി പ്രത്യേകമായിട്ട് ജോൺസൺ എന്ന സഹോദരൻ്റെ എല്ലാ നിയോഗങ്ങളും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഒരു ലെറ്ററാണ്, ലെറ്റർ വഴി വന്നതാണ്. ഭർത്താവിൻ്റെ ക്യാൻസർ സൗഖ്യപ്പെടുവാൻ വേണ്ടി പ്രാർത്ഥന ചോദിക്കുന്നു. വീടിൻ്റെ സ്ഥലം വിറ്റുപോകാൻ വേണ്ടി പ്രാർത്ഥന ചോദിക്കുന്നു. മക്കൾ ദൈവപ്രീതിയിൽ വളരാൻ വേണ്ടി പ്രാർത്ഥന ചോദിക്കുന്നു. കുടുംബത്തിൻ്റെ കടബാധ്യത മാറാൻ വേണ്ടി പ്രാർത്ഥന ചോദിക്കുന്നു. ദൈവത്തിൻ്റെ മുമ്പിൽ ഈ നിയോഗങ്ങൾ മുഴുവൻ നമുക്ക് സമർപ്പിക്കാം. നമുക്കറിയാം, ഈ വേദനകളൊക്കെ വായിച്ച് കേൾക്കുമ്പോൾ ഒത്തിരി മക്കൾ സൗഖ്യപ്പെടുന്നുണ്ട്, അനുഗ്രഹം കൊണ്ട് നിറയുന്നുണ്ട്. നമ്മുടെ വേദനകളും പലപ്പോഴും ഈ വേദനകളായിട്ട് ചേർച്ചയുണ്ട്. നമ്മുടെ വേദനകളെ ഈ നിയോഗത്തിനോടൊപ്പം ചേർത്ത് വെച്ച് വിശുദ്ധ അന്തോണീസ് പുണ്യവാനെ പ്രാർത്ഥിക്കണേന്ന് അപേക്ഷിക്കാം. നമുക്ക് നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള നിയോഗങ്ങൾ കൂടി ഈ നിമിഷം നമുക്ക് ഓർക്കാം. നമ്മുടെ കുടുംബത്തെയും നമ്മുടെ ജീവിത സാഹചര്യങ്ങളെയും നമ്മുടെ എല്ലാ വേദനകളെയും ദൈവത്തിൻ്റെ മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് വിശുദ്ധ അന്തോണീസ് പുണ്യവാനോടുള്ള മധ്യസ്ഥ പ്രാർത്ഥനാ ഗാനം ഏറ്റവും ഭക്തിയോടെ നമുക്ക് ഈ നിമിഷം ആലപിക്കാം. ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ യേശുവിൻ സന്നിധിയിൽ, സിദ്ധനാമന്തോനീസേ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. സത്യസഭനാബസ്വിൽ മൽപ്പനായി വിരാജിക്കും അത്ഭുത പ്രവർത്തകൻ
അന്തോണീസ് പുണ്യതാതാ. ഉണ്ണിയാമേശുവേ നിൻ കൈകളിൽ വഹിക്കുവാൻ ഭാഗ്യം ലഭിച്ചതന്യ ജീവിത വിശുദ്ധിക്കാൻ. കാണാതാകുന്നതെന്തും കാണിപ്പാൻ കെൽപ്പേഴും നീ മാലോകർ മാനസത്തിൽ ആശ വളർത്തും താതാ. പരീക്ഷ ജയത്തിനാ നിൻ തുണയാചിച്ചവർ ആരും നിരാശരായി പോയി കേട്ടിട്ടില്ല പിതാവേ. വിവാഹം ദസ്വിനായി പ്രാർത്ഥിക്കും യുവാക്കൾക്ക് ദാമ്പത്യരാമം ചേർന്ന് ജീവിതം നയിച്ചിടാം. സന്താനലബ്ധിക്കായി നിൻ മാധ്യസ്ഥം തേടുവോർ തൻ യാചന കേട്ടവരിൽ സംതൃപ്തി ചേർപ്പവനേ. കുടുംബ കലഹങ്ങൾ അന്തഛിദ്രങ്ങളെല്ലാം നീക്കി ശാശ്വത ശാന്തി ഗേഹത്തിനേകിടുവാൻ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. യേശുവിൻ സന്നിധിയിൽ സിദ്ധരാമന്തോണീസേ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. യേശുവിൻ സന്നിധിയിൽ സിദ്ധനാമന്തോനീസ്വേ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. അത്ഭുതകരമായ വരങ്ങളാൽ വിശുദ്ധ അന്തോണീസിനെ അനുഗ്രഹിക്കുവാൻ തിരുമനസ്സായ ദൈവമേ, അങ്ങയുടെ തിരുസുതനായ ഈശോ മിശിഹായുടെയും മാതാവും കന്യകയുമായ മറിയത്തിൻ്റെയും നീതിമാനായ മറിയൗസേപ്പിൻ്റെയും സകല മാലാഖമാരുടെയും വിശുദ്ധരുടെയും നീതിമാന്മാരെല്ലാവരുടെയും പ്രാർത്ഥനകളും സുഹൃത്തുക്കളും പരിഗണിച്ച് ബലഹീനരും പാപികളുമായ ഞങ്ങളുടെ യാചനകളും പ്രാർത്ഥനകളും കരുണാപൂർവ്വം സ്വീകരിക്കണമേ. അങ്ങേ പ്രസാദിപ്പിച്ച വിശുദ്ധ അന്തോണീസിന്റെ മാധ്യസ്ഥം വഴി ഞങ്ങൾ യാചിക്കുന്ന പ്രത്യേക അനുഗ്രഹം ഞങ്ങൾക്ക് നൽകുകയും ചെയ്യണമേ. ആമേൻ. നിർമ്മലനും വിനീതനുമായ വിശുദ്ധ അന്തോണീസിന് അത്ഭുത പ്രവർത്തനങ്ങൾക്കുള്ള വരം നൽകി അനുഗ്രഹിച്ച ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ. വിശ്വാസത്തോടും പ്രതീക്ഷയോടും കൂടെ രക്ഷകനായ മിശിഹായുടെ നാമത്തിൽ പ്രാർത്ഥിക്കുവാനായി കൂടിയിരിക്കുന്ന എളിയവരായ ദാസർ ആത്മീയവും ശാരീരികവുമായ അനുഗ്രഹങ്ങളാൽ സമ്പന്നരാകട്ടെ. ദുഷ്ടാരൂപികളുടെയും ക്ഷുദ്രജീവികളുടെയും ഉപദ്രവങ്ങളിൽ നിന്നും സകലവിധ രോഗങ്ങളിൽ നിന്നും എല്ലാവരും സംരക്ഷിതരാവട്ടെ. ദൈവപരിപാലനയിൽ ആശ്രയിച്ചുകൊണ്ട് പ്രലോഭനങ്ങളെ നേരിടുവാനുള്ള ശക്തി ഏവർക്ക് ലഭിക്കുമാറാകട്ടെ. ആകുലതകളും ആശങ്കകളും കൂടാതെ ഈ ലോക ജീവിതം വിജയപ്രദമായി നയിക്കുവാനും പരലോകത്തിൽ നിത്യസൗഭാഗ്യം അനുഭവിക്കുവാനും ഇന്നത്തെ നൊവേനയിൽ സംബന്ധിച്ച ഈ സമൂഹത്തിനും ഇവരുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും ഇടയാകട്ടെ. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.